പുറം ലോകം കാണാത്തൊരു ഹംപി. ഇവിടെ ഇന്ത്യക്കാരില്ല. പിന്നെ രാത്രി വന്നിട്ടേ കാര്യമുള്ളൂ. അതൊന്നും എന്തായാലും നിങ്ങൾ സമ്മതിക്കാൻ പോണില്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. Buonvenido. എന്ത്? Sei il primero cliente di India oggi. Le cerveze sono gratis. സംക്രാന്തിയാ? ജി കുസൂർ. Muchas gracias. Bye. ആരെന്നാ പറഞ്ഞേ? നമ്മളാണ് ഇന്നത്തെ ആദ്യത്തെ ഇന്ത്യൻ കസ്റ്റമേഴ്സ്. സോ ഡ്രിങ്ക്സ് ഫ്രീ. ഹൈ കൊള്ളാലോ അല്ലേ? നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞങ്ങൾ പോയി എടുത്തിട്ട് വരാം. ഓക്കെ? അല്ല ഞാൻ പോയിട്ട് വരാട്ടാ. സെറ്റപ്പ് കൊള്ളാം. വെള്ളടിക്കാനോ? അതൊന്നും ശരിയാവത്തില്ല. എന്താടാ പെമ്പിള്ളേർ വെള്ളമടിച്ച ആകാശം അടിഞ്ഞു വീഴോ? എടാ ക്ലാസ് റൂമിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടതല്ല അവരുടെ ജീവിതം. ഞാൻ അതൊന്നും അല്ല പറഞ്ഞു. നിങ്ങൾക്ക് രണ്ടുപേർക്കും അവരുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഇങ്ങനെ അടിച്ചമർത്തി മതിയായില്ലേ? നിങ്ങൾ ഇത്രയും റേസിസ്റ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. സെക്സിസ്റ്റ്. കേസ് ക്ലോസ്ഡ്. I've traveled all around India. I've been to Gokarna, Assam, Kaso. I've also been to Kerala, to this beach by the cliff. വർക്കല. Varkala. Oh yes, it was really nice. പുള്ളിക്കാരി ഇന്ത്യ മുഴുവൻ I'll have to കറങ്ങിയിട്ടുണ്ട്. come back to കേരളോ. It's a really nice place. സെൽഫി വിത്ത് മദാമ ചേച്ചി. ഹൈ സീരിയസ്ലി റേഞ്ച് പോലില്ല. എന്താ അല്ലേ, നമ്മളെക്കാട്ടിലും കൂടുതൽ ഇന്ത്യ കണ്ടിട്ടുള്ളത് ഇവരൊക്കെയാ. കേൾക്കാൻ നല്ല രസോ. ഇങ്ങനെ കറങ്ങി നടക്കാനേ കുറെ കാശ് വേണം. ഓ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് 750 ഒരു ടിക്കറ്റ് എടുത്ത ബേക്കൽ ഫോർട്ട് പോയിട്ട് വരാം. നീ എത്ര തവണ പോയിട്ടുണ്ട്? പോയിട്ടില്ല. കുറച്ചധികം. കണ്ടില്ലടാ, ഇവരൊക്കെ ജീവിതം ശരിക്കും എൻജോയ് ഉണ്ടല്ലോടാ. ഇവരൊക്കെ അവനവന് വേണ്ടിയാ ജീവിക്കുന്നത്. എന്ന് വെച്ചാ ഇപ്പൊ നമ്മുടെ പേരൻസ് നമുക്ക് വേണ്ടി ജീവിച്ചു. ഇനി കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും നമ്മള് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കും. എന്നിട്ട് ഇതിങ്ങനെ ഒരു സൈക്കിള് പോലെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചാ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ആര് ജീവിക്കും? അവർക്ക് വേണ്ടി അവരെന്നെ ജീവിച്ചോട്ടെ. 20 വർഷത്തിന് ശേഷം ഇതേ സ്ഥലത്ത് ഇതേ ദിവസം ഇതേ സമയത്ത് നമ്മളെല്ലാവരും എത്തുന്നു. ഓക്കെ, കൈ വെക്കട്ടെ. ആ കുപ്പിയും കൂടെ വെച്ച്. നീ ഓർക്കണം പണ്ടൊരു നാൾ ഇലക്ട്രിക്കൽ ലാബിൽ വെച്ച് ആ തെണ്ടി ചാക്കോ സാറിന് ID കാർഡ് വെച്ചത് 1000 രൂപ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞിട്ടാ. 1000 രൂപ. പൊട്ടിന് ഇതെല്ലാം മിസ് ചെയ്തു അല്ലേ? എന്ത് ചെയ്യാനാ, അവന്റെ തെറ്റ് തന്നെയല്ലേ. അവന് വെള്ളം പേടി, ഇരിക്കാൻ പേടി, നിക്കാൻ പേടി, ഹൈറ്റ് പേടി. ഒരാളെ ഇത്രയും പേടി ഉണ്ടാവാൻ പാടുണ്ടോ? ദർശന, നിനക്ക് എന്റെ മോൻ വേണ്ട മനസ്സിലായില്ലേ? മനസ്സിലാവും. എടാ ഗാന്ധിജിക്ക് ID കാർഡ് ഉണ്ടോ? ഇല്ല. നീ എനിക്ക് 1000 രൂപ ഒന്നും. I love you. ഗോവയിൽ ഞാൻ നിനക്കൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. സർപ്രൈസ്. I love surprise.